നമ്മുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന ശ്രീനാരായണ ഗുരുദേവനെ നമസ്കരിക്കുന്നു. വാക്കുകളുടെ അദേവതയായ ശുദ്ധവിദ്യാസ്വരൂപിണിയായ ശ്രീ ശാരദയ്ക്ക് നമസ്കാരം. തെളിഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിന് നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഈ നാടിന് നമസ്കാരം. ഭഗവാന്റെ തിരുനാമങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഇടങ്ങളിലെല്ലാം സൂക്ഷ്മരൂപികളായി നിന്ന് ആസ്വദിക്കുന്നതിലെത്തിയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലെ സകല സൂക്ഷ്മ ശക്തികൾക്കും നമസ്കാരം. വേദിയിലെ അധ്യക്ഷനായിരിക്കുന്ന സാരഥി പ്രസിഡന്റ് ശശിധര പണിക്കർ, രാജേട്ടൻ സതീശേട്ടൻ, ഈ കടൽ കടന്ന് അക്കരെ ഒരു നാട്ടിലെത്തി നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കോയിലെ എൻ്റെ ആത്മ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വളരെ പരിമിതമായ സമയമാണ് കിട്ടിയിരിക്കുന്നത്. സാരഥിയുടെ ജനറൽ സെക്രട്ടറി വിനീഷ് എന്നോട് പറഞ്ഞത് 10 മണിക്ക് നിങ്ങളുടെ ഈ മൈക്ക് തരും, 3 മണിക്കൂറുണ്ട്, ദൈവദർശകരെല്ലാവരെയും പഠിപ്പിച്ചിട്ടേ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സമയമൊന്നും നമ്മൾ ക്രമീകരിച്ച രീതിയിൽ നിന്നില്ല. കുഴപ്പമില്ല. ഉള്ള സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മനുഷ്യന്റെ എഫിഷ്യൻസി എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്നത് ഇതുവരെ കേട്ട പ്രാപഞ്ചികമായ കാര്യങ്ങളല്ലാത്തതിനാൽ അതിലേക്കൊക്കെ കടന്നു പോയിരിക്കുന്ന നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ട് വന്നിട്ട് വേണം നമുക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഊണിനും എനിക്കും ഇടയിൽ കുറച്ച് നിമിഷമേ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം. എല്ലാവരും കൈകള് ഇങ്ങനെ വെച്ചിട്ട് അത് മടിയിലേക്ക് വരും. പ്രത്യേകിച്ചുള്ള മുദ്രകളൊന്നും അല്ല, നമ്മെ തന്നെ തണുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നിട്ട് കണ്ണ് അടയ്ക്കുക. പറ്റുമെങ്കിൽ എന്നോടൊപ്പം ഈ ഓംകാരം ജപിക്കുക. ഇപ്പൊ നമ്മൾ ഓംകാരം ജപിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ വിചാരങ്ങളുണ്ടോ, എന്തിനെ കുറിച്ചൊക്കെയാണോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ മനസ്സ് പൂർണ്ണമായും മുക്തമായിട്ട് ഗുരുദേവനിലേക്ക് കേന്ദ്രീകരിക്കാൻ മനസ്സിനോട് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഓംകാരം ജപിക്കാൻ. ഓം എന്ന് പറയുന്ന ആ മന്ത്രധ്വനിയാൽ നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നു, നമ്മൾ കൂടുതൽ ശുദ്ധരാകുന്നു എന്ന ബോധ്യം അതിലൂടെ വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഓംകാരം ജപിക്കാം. ഭഗവാന്റെ തിരുനാമം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും നമ്മുടെ സ്ഥൂല ശരീരത്തിലുമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും ആ സ്വയം പ്രകാശത്തിന്റെ പ്രഭയിൽ നാം എല്ലാം സ്വയം പ്രകാശിക്കപ്പെടുന്നവരായിട്ടും മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അവിടുത്തെ തിരുനാമങ്ങളിൽ നിന്ന്, തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണിട്ടുള്ള
പ്രമാണികൾ ജീവിതത്തിൽ നമ്മെ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവയായി തീരുവാൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പതുക്കെ കണ്ണു തുറക്കുക. നിങ്ങൾക്ക് വിനീതം മനസ്സിലാക്കും. നാം ഇപ്പോൾ ഒരു ചെറിയ ധ്യാനവും ഒരു ചെറു പ്രാർത്ഥനയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മനസ്സിനെ സമാധാനമാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് സമാധാനപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ, മനസ്സ് ശാന്തിയെ അറിയുന്നില്ലെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഏത് സുഖവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓരോ സുഖവും നാം അനുഭവിക്കുന്നതോറും കൂടുതൽ കൂടുതൽ സുഖങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മനസ്സാണ് നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത്. ആ മനസ്സ് നമ്മെ ഓരോന്നിലേക്കും വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക്, ഇപ്പോൾ റോഡിലൂടെ ഒരു കുഞ്ഞിനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിന്റെ ദേഹം ഉരയുന്നത് പോലെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മുടെ മനസ്സ് നമ്മെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ആഗ്രഹങ്ങളിലൊക്കെ പെട്ട് അതിലേക്ക് പോകുന്ന വഴി കുഴറി നമ്മുടെ ശരീരം മലിനസമാകുന്നു, മനസ്സ് നൊമ്പരപ്പെടുന്നു, വേദനിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകും. അത് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വികാരത്തെ വിവേകം ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കണമെന്ന് ഗുരുദേവൻ പറയും. അപ്പോൾ ആ വിവേകത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിനെ വിവേകപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ചരിത്രം പരിശോധിച്ചെന്നാൽ നമുക്കറിയാം, മനുഷ്യൻ എപ്പോഴാണ് പ്രാർത്ഥിച്ചതെന്നുള്ളൊരു ചോദ്യം വരുന്നത്. എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? കാരണം ദൈവദശകം ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്? സമൂഹത്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇതെല്ലാം നമ്മൾ മനസ്സിലേക്ക് എടുക്കണം. എന്തിന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആലോചിക്കപ്പെടുന്നു. മാനവ ചരിത്രം പരിശോധിച്ചെന്നാൽ ചരിത്രകാരന്മാര് നടത്തിയ പഠനത്തിലൂടെ വ്യക്തമായിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഋഗ്വേദത്തെ കുറിച്ചുള്ള പഠനത്തില് ഋഗ്വേദത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് മനുഷ്യന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ആദിമ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നിവർത്തി കെട്ടത്തോടെ. നമ്മളെപ്പോഴും നിവർത്തി കെട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ ഉണർന്ന് നമ്മുടെ ദിനചര്യകളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിച്ചു. രാവിലെ സന്തോഷ വർത്തമാനങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നു. വീട്ടിൽ സംഭവിക്കുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണെന്നെങ്കിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. എവിടെയെങ്കിലും നമ്മുടെ കാര്യത്തിന് ഒരു ചെറിയ പിഴവ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന നാമമാണ് ദൈവമേ, ഇതെന്താ ഇവിടെ ഒരു തടസ്സം, എനിക്കിതൊന്ന് ശരിയാക്കി തരണമല്ലോ. കാര്യങ്ങൾ ശരിയായി നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ ആശ്രയിക്കത്തില്ല. അപ്പം മനുഷ്യൻ ഓരോ നിമിഷവും നിസ്സാരനാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യന് ദുരിതങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ പോലും വെല്ലുവിളിക്കും മനുഷ്യൻ. ഒരു അപൂർവ സൃഷ്ടിയാണ് ദൈവത്തിന്റെ, ഒരു അസാമാന്യ സൃഷ്ടിയാണ് ദൈവത്തിന്റെ. അണു മുതൽ അങ്ങ് നീലത്തിമിംഗലം വരെയുള്ള ബൃഹത്തായ ജീവിവർഗത്തിൽ പെടുന്ന മനുഷ്യൻ, അതിന്റെ ഏതോ ഒരു ശ്രേണിയിൽ വരുന്ന മനുഷ്യൻ, ഈ എല്ലാ വിഭാഗങ്ങളെയും കൈയടക്കി വയ്ക്കുവാനായിട്ടുള്ള ബുദ്ധിയും വിവേകവും ചിന്താശക്തിയും നേടിയത് ഈ ഒരൊറ്റ ജീവി മാത്രമാണ്. അപ്പോൾ ഈ ഒരു ജീവിയെ നിയന്ത്രിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും ഈശ്വരന്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ സൃഷ്ടിയെ നിയന്ത്രിച്ചാൽ മതി ദൈവത്തിന് ഈ ലോകത്തെ വളരെ വ്യക്തമായ ദിശാബോധത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യന് ദുരിതങ്ങൾ കൊടുക്കുന്നത്. അവൻ ഏത് നിമിഷവും ദൈവത്തിലേക്ക് തിരികെ നോക്കാൻ വേണ്ടിയിട്ട് അവന്റെ ജീവിത പന്ഥാവിന് ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടുവന്ന് വെച്ചു തരും. ആദിമ മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയ കാലത്ത്, ഇതുപോലെയുള്ള സാമൂഹ്യ വ്യവസ്ഥകൾ വരാതിരുന്ന കാലത്ത്, കുടുംബ വ്യവസ്ഥകൾ നിലനിൽക്കാതിരുന്ന കാലത്ത്, കാട്ടിലും മേട്ടിലും ഗുഹാഗഹ്വരങ്ങളിലും ഒക്കെ താമസിച്ചിരുന്ന കാലത്ത് അവന് ബോധമില്ല. അവൻ ഉറങ്ങുന്നു, ഉണരുന്നു, ഭക്ഷിക്കാനുള്ളത് കരുതുന്നു, ഉണരുന്നു, ശയിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതം കടന്നു പോകുന്ന സമയത്ത് മഹാമാരികൾ വന്ന് പതിക്കാൻ തുടങ്ങി. ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ തുടങ്ങി, അഗ്നിപർവ്വതങ്ങള് സ്ഫോടനം നടത്താൻ തുടങ്ങി, ഭൂകമ്പം ഉണ്ടാകാൻ തുടങ്ങി. ഈ അവസരത്തില് ശരിക്കും നൂറുകണക്കിന് മനുഷ്യര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവരൊക്കെ ഒരു നിമിഷം പെട്ടെന്ന് ഇതുപോലെയുള്ള മഹാവ്യാധികൾ വന്നിട്ട് മരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭീതിയുണ്ടായി. ഇപ്പൊ വിവേകമുള്ളവർക്കും വിവരമില്ലാത്തവർക്കും ഉണ്ടാകുന്ന ഒരേ ഒരു വികാരമാണ് പ്രാണഭയം എന്ന് പറയുന്നത്. അത് ഏത് ജീവിക്കുമുണ്ട് ഒരു പ്രാണഭയം എന്ന് പറയുന്നത്. നമ്മളൊരു
അനുസരിച്ചാണ് മനുഷ്യൻ വ്യാകുലപ്പെടാൻ തുടങ്ങിയത്. ഈ വരുന്ന കാട്ടുമൃഗങ്ങളെയൊക്കെ അവൻ കല്ലുവെച്ചെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. വലിയ തടിക്കഷ്ണങ്ങളൊക്കെ കൂർപ്പിച്ചിട്ട് കാട്ടുമൃഗങ്ങളെയൊക്കെ അവൻ കൊന്നൊടുക്കിയിട്ട് അവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആകാശത്ത് നിന്ന് അലച്ചു വരുന്ന ഈ മാരിയെ ഇവൻ എങ്ങനെ തടയും? ഒരു മഹാപർവ്വതത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഒലിച്ചിറങ്ങുന്ന ഈ ലാവയെ ഇവൻ എങ്ങനെ തടയും? പെട്ടെന്ന് നിന്ന നിൽപ്പില് ഭൂമിയെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടുവരുന്ന ഭൂകമ്പത്തെ ഇവൻ എങ്ങനെ തടയാൻ സാധിക്കും? ഇങ്ങനെയുള്ള ശക്തികൾക്ക് മുന്നിൽ അവൻ പകച്ചു നിന്നുപോയി. നമുക്കറിയാം, നമ്മളെക്കാൾ ശക്തനായ ഒരാൾ നമ്മെ മർദ്ദിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം അവന്റെ മർദ്ദനത്തിനെ എതിർക്കാനായിട്ട് നമ്മുടേതായ ചെറിയ ശക്തി ഉപയോഗിച്ച് എതിർക്കാൻ ശ്രമിക്കും. സാധിക്കില്ല എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവന് വേണ്ടിയിട്ട് അവനോട് യാചിക്കുന്നു. എന്നെ കൊല്ലരുതേ, ദയവായി എന്നെ കൊല്ലരുതേ, എനിക്ക് എന്റെ ജീവനെങ്കിലും തിരിച്ചു തരണമേ എന്ന് നമ്മൾ അവനോട് യാചിക്കുന്നു. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രകൃതി ശക്തികളെല്ലാം നമ്മെ ഇങ്ങനെ സംഹാര താണ്ഡവം ആടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മഴയോട് മനുഷ്യൻ പ്രാർത്ഥിച്ചു. വരുണൻ ജലത്തിനൊരു അതിദേവത ഉണ്ടാക്കി. വരുണൻ മഴയോട് പ്രാർത്ഥിച്ചു, അഗ്നിയോട് പ്രാർത്ഥിച്ചു, ഭൂമിയോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ജീവൻ വിട്ടു തരിക എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് പ്രാർത്ഥനയുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് മനുഷ്യൻ കുറച്ചുകൂടിയൊക്കെ വിവേകശാലികളായി വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ ആലോചിച്ചു, ഇപ്പോൾ മഴയെ പ്രാർത്ഥിച്ച് മഴയെ ഒതുക്കാം, വെയിലിനെ പ്രാർത്ഥിച്ച് വെയിലിനെ ഒതുക്കാം, ഭൂമിയെ പ്രാർത്ഥിച്ച് ഭൂകമ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള വിചാരങ്ങളിൽ പോകുമ്പോഴത്തേക്ക് മനസ്സിലായി, മഴയെ പ്രാർത്ഥിച്ച് ഒതുക്കുമ്പോഴത്തേക്കായിരിക്കും ഭൂകമ്പം വരുന്നത്, ഭൂകമ്പത്തെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കായിരിക്കും എന്ത് വരുന്നത്? അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എല്ലാ ശക്തികളെയും നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ആകെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശക്തിയെ ആശ്രയിച്ചാൽ മതിയല്ലോ. ആ ശക്തിയെ കുറിച്ചുള്ള അന്വേഷണമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. പലരും പല വഴിക്കാണ് അന്ന് അന്വേഷിച്ചു പോയത്. പുറമേ കാണുന്നതിനെ എല്ലാത്തിനെയും കൂടി അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്? അത് ഒരു കസ്തൂരിമാൻ അതിന്റെ ദേഹത്ത് നിന്ന് വരുന്ന ഗന്ധം അറിയാതെ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് പുറത്ത് അന്വേഷിച്ച് നടക്കുന്നത് പോലെയാണ് മനുഷ്യൻ മറ്റു ജീവികള്, അതായത് അവനേക്കാൾ ശക്തിയുള്ള ജീവികള്. ആന അവനേക്കാൾ ശക്തിയുണ്ട്, അവൻ ആരാധനയോടെ ആനയെ കാണാൻ തുടങ്ങി. വ്യാഘ്രത്തിന് അവനേക്കാൾ ശക്തിയുണ്ട്, വ്യാഘ്രത്തെ ആരാധിക്കാൻ തുടങ്ങി. വെള്ളച്ചാട്ടത്തിന് അവനേക്കാൾ ശക്തിയുണ്ട്, വെള്ളച്ചാട്ടത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ പുറമേ കാണുന്ന വസ്തുക്കളിലെല്ലാം ഇങ്ങനെ ആരാധനാ മനോഭാവമായിട്ട് നടന്നപ്പോഴത്തേക്ക് മനസ്സിലായി, ഇതിലൊന്നുമല്ല നമ്മൾ തേടുന്ന ശക്തിമാൻ ഇരിക്കുന്നത്. ആ ശക്തിമാനെ തേടി ചിലര് പുറമേയുള്ള യാത്രകൾ അവസാനിപ്പിച്ചിട്ട് സ്വന്തം ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അവരെ നമ്മൾ മഹർഷിമാരെന്ന് വിളിച്ചു. അവര് കാനനങ്ങളിലും ഗുഹകളിലും ഒക്കെ ഏകാന്തത തേടിപ്പോയി അവിടെ ഇരുന്നു കൊണ്ട് സ്വന്തം ഉള്ളിലേക്ക് മനനം ചെയ്ത് സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി, ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഒരു ബോധസ്വരൂപത്തിലാണ്. ഇവിടെ കാണുന്ന ഒന്നും ഭിന്നമല്ല, എല്ലാം ഈ ബോധസ്വരൂപത്തിന്റെ മായയിൽ കാണപ്പെടുന്ന ചില പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് അവന് ബോധ്യമായി. അവനത് മറ്റുള്ളവരോട് പറയാൻ ശ്രമിച്ചു. അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഉള്ളിലേക്ക് അന്വേഷിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ നിലപാടുകൾ മാറുകയാണ്. ഇപ്പോൾ നീയിരിക്കുന്ന നമ്മള് ഇപ്പോൾ ചിന്തിക്കുന്ന അവസ്ഥയിലല്ല നമ്മളൊരു 10 മിനിറ്റ് ധ്യാനിച്ചെന്നാൽ ചിന്തിക്കുന്നത്. ഒരു ദിവസം വ്രതം എടുത്തെന്നാൽ പിറ്റേ ദിവസം നമ്മുടെ ചിന്താഗതികളില് ഇന്നലെ ചിന്തിച്ചതായിരിക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അതിന് കുറച്ചുകൂടി പ്യൂരിറ്റി, ശുദ്ധത വന്നു കഴിഞ്ഞു. അപ്പോൾ വർഷങ്ങളോളം ഏകാന്ത തപസ് അനുഷ്ഠിക്കുന്നയാൾക്ക് ബോധ്യമാകുന്ന സത്യത്തിന്റെ അളവ് എത്രത്തോളമായിരിക്കും? അത് വന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമാവുകയില്ല, ആർക്കും ബോധ്യമായതുമില്ല. അവരെന്ത് ചെയ്തു? അതെല്ലാം എഴുതി വെച്ചു, വേദങ്ങളായി ഉപനിഷത്തുകളുമായിട്ട് മാറി. ഇവയെല്ലാം മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നവയായി മാറി. ഭാരതത്തിൽ ഇങ്ങനെ വേദങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായ സമയത്ത് മറ്റു രാജ്യങ്ങളിലും സംഭവിച്ചു മാറ്റങ്ങൾ. കാരണം മനുഷ്യൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ദൈവത്തിന് എല്ലായിടത്തും മനുഷ്യനെ നല്ലവനാക്കി മാറ്റിയേ സാധിക്കുകയുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് മനുഷ്യനെ അധിഷ്ഠിതമാക്കിയാണ്. അപ്പോൾ ഓരോ രാജ്യത്തും നിന്നുണ്ടായി അവിടെ അധമനായി കിടന്ന, അജ്ഞനായി കിടന്ന മനുഷ്യർക്കിടയിലേക്ക് ദൈവം ഓരോ രൂപത്തിൽ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് യേശു ക്രിസ്തു ഉണ്ടായതും മുഹമ്മദ് നബിയെ പോലുള്ള പ്രവാചകന്മാരുണ്ടായത്. ആ രാജ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈ പുത്രന്മാർ ജനിച്ചിട്ട് ജനതയെ നേർവഴിക്ക് വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് ശ്രമിച്ചു. അവരവരുടേതായ ദൈവവീക്ഷണങ്ങൾ ഈ സാധാരണ ജനതയോട് പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് നബി എന്ന് പറയുന്നത് നമുക്കറിയാം,
വിദ്യാഭ്യാസം തീരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായിരുന്നു. തീരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ തന്റെ ജോലിക്ക് ശേഷം ഏകാന്തനായി വന്ന് എവിടെയെങ്കിലും ഇരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹിറാ ഗുഹയില് എല്ലാ ദിവസവും വൈകിട്ട് പോയിരിക്കുകയും അതൊരു ധ്യാനത്തിലേക്ക് മാറുന്നു. കാരണം ധ്യാനമാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇരുന്നിരുന്ന് മനസ്സ് ഉള്ളിലേക്ക് ചുരുങ്ങി ഉള്ളിലെ വെളിച്ചത്തിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ആ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ദൈവവുമായിട്ട് പ്രാപിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് മുഹമ്മദ് നബിയോട് സംസാരിക്കുന്നു. ഖുർആൻ വായിക്കുക. എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത ഞാൻ എന്ത് വായിക്കണം? നീ ദൈവത്തിന്റെ നാമത്തിൽ വായിക്കുക. എഴുത്തും വായനയും അറിയാത്ത ആ പ്രവാചകന് മുന്നില് എഴുത്തായും വായനയായും മാറാതെ വാക്കുകളായി ദൈവം അവതരിച്ചു. അദ്ദേഹം അതെല്ലാം ഹൃദിസ്ഥമാക്കി വെച്ചിട്ട് തന്റെ ജനക്കൂട്ടത്തോട് പറഞ്ഞു. അതാണ് ഇസ്ലാം മതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ജീവിതത്തിന്റെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ജെറുസലേമിലെ ജനങ്ങൾക്കിടയിലേക്ക് ദൈവദൂതനായിട്ട് യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞതും നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ രംഗങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഈ പ്രവാചകന്മാർ വന്നിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ ദർശനങ്ങള് മതമായി മാറുകയും ഈ മതങ്ങള് അതാത് പ്രദേശങ്ങളില് അതാത് ജനതയുടെ സംസ്കാരത്തിനനുസരിച്ച് അവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചത്? ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടിയ സത്യദർശനമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്, ഇതാണ് ജനം മുഴുവൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ള ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവരെ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ ലോകം മുഴുവൻ എത്തിച്ചിട്ട് യേശുവിന്റെ വചനത്തിലൂടെ രക്ഷ നേടാനായിട്ട് ശ്രമിച്ചു. മുഹമ്മദ് നബിയുടെ പ്രവാചകന്റേതായിട്ടുള്ള അനുയായികളും ഇത് തന്നെ ശ്രമിച്ചപ്പോഴത്തേക്ക് എന്താ പ്രശ്നമുണ്ടായെന്ന് ചോദിച്ചെന്നാല്, ലോകത്താകമാനം ഈ മതങ്ങള് അനുയായികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നു. എത്രത്തോളം വിരോധാഭാസമായി പോയി. ദൈവത്തെ അന്വേഷിച്ചാണ് മനുഷ്യൻ തുടങ്ങിയത്. ദൈവത്തെ കണ്ടെത്താനുള്ള മാർഗം അന്വേഷിച്ചു പോയവര് കണ്ടെത്തിയ വിവിധ മാർഗങ്ങളെ വെച്ചിട്ട് അവസാനം മത്സരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്? മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണം, അധികാരം വേണം. രാഷ്ട്രീയപരമായ അധികാരം ഉണ്ടാക്കിയെടുക്കാനും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനും മതങ്ങൾ ശ്രമിച്ചപ്പോഴത്തേക്ക് മതങ്ങളും അവയെ വിശ്വസിച്ച മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇന്ത്യയിലാവട്ടെ ഈ വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായിട്ട് പോലും ഇവയിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ മനുഷ്യൻ 100 കൂട്ടം വിശ്വാസങ്ങളിൽപ്പെട്ട് 100 കൂട്ടം ആരാധനാ രീതികളിൽപ്പെട്ട് ഉള്ളു മലീമസമായിട്ട് ചിന്നിച്ചിതറി ഈ മഹാരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി. അവർക്കിടയിലേക്കാണ് വ്യക്തമായ ചട്ടക്കൂടുള്ള സെമറ്റിക് മതങ്ങൾ കടന്നു വരുന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അപ്രമാദിത്വം കണ്ടിട്ട് കുറെ പേര് അങ്ങോട്ടേക്ക് പോയി. ഇവിടെയും കലുഷമാകാൻ തുടങ്ങി. ഇവിടെ ജാതി ചിന്ത അതിനപ്പുറം വന്നു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ദൈവം സഖി കെട്ടിട്ട് ജഗത്തിന്റെ ഗുരുവായിട്ട് ശ്രീനാരായണ ഗുരുദേവനായിട്ട് ഭൂമിയിലെത്തുന്നത്. ലോക ജനതയില് മാനവ സമൂഹത്തില് എന്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥാനം എന്ന് ചോദിച്ചെന്നാൽ നമുക്ക് വ്യക്തമായി പറയാവുന്ന സ്ഥാനം ഇതാണ്. നമുക്കിപ്പോൾ പലർക്കും സംശയമാണ്, ശ്രീനാരായണ ഗുരു ദൈവമാണോ? അപ്പൊ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു, മനുഷ്യനാണെന്ന് പറയുന്നു, സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറയുന്നു. വളരെ മിനിമം ഗ്യാരണ്ടിയിൽ ആലോചിച്ചാൽ മതി. സമൂഹത്തെ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ രാവിലെ ഉടുപ്പും മുണ്ടും കൊടുത്തു ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും സമൂഹം ഒരു മനുഷ്യനെ അംഗീകരിക്കും. ഞാൻ നിങ്ങളെയൊക്കെ പരിഷ്കരിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവനെ സമാധാനം പറഞ്ഞ് എവിടെയെങ്കിലും ഇരുത്താൻ നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞയക്കാൻ നോക്കും. സമൂഹത്തെ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തെ സൃഷ്ടിച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഇടപാടാണ്. അല്ലാതെ ആർക്കും ഒരു സമൂഹത്തിൽ തന്റെ വാക്കുകൾ കൊണ്ടോ തന്റെ പ്രവൃത്തി കൊണ്ടോ സ്വാധീനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറഞ്ഞാൽ പോലും ഗുരുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനം തന്നെയാണ്. അത് പൂർണ്ണ ബ്രഹ്മമാണ്, അത് പരമ അദ്വൈതമാണ്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വന്നത്. ഇനി 1500 വർഷത്തേക്ക് മറ്റൊരു പ്രവാചകനോ ഒരു അവതാരമോ ഭൂമിയിലേക്ക് എത്തി നോക്കുകയില്ല. അത് ലോക ജനത ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. മറ്റൊരു അവതാരമോ മറ്റൊരു പ്രവാചകനോ ഇനി 1500 വർഷത്തേക്ക് ഭൂമിയിൽ
ആഘോഷിക്കാം. ഇത് ഗുരുവിന്റെ പ്രഭാവമുള്ള കാലമാണ്. ഈ പ്രഭാവമുള്ള കാലത്ത് ഗുരുവിനെ അനുനയിക്കുമ്പോഴത്തേക്ക് മനുഷ്യന് യഥാർത്ഥത്തിലുള്ള സമാധാനം കിട്ടുകയുള്ളൂ. ഈ ബോധ്യമാണ് ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിലൂടെ നാം ലോകമെമ്പാടും എത്തിക്കേണ്ടത്. നിങ്ങൾ കേരളത്തിൽ നിന്ന് കാലങ്ങളകലെ, സമുദ്രങ്ങൾക്കും അകലെ മറ്റൊരു നാട്ടില്, മറ്റൊരു സംസ്കാരത്തിൽ പോയി ജീവിക്കുന്നവരാണ്. നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ മതങ്ങൾക്കൊപ്പം ഒരു സംസ്കാരത്തെയാണ് മറ്റ് സെമറ്റിക് മതങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കി. ദൈവത്തെ അല്ല അവർ പ്രചരിപ്പിച്ചത്. മദ്യവും മാംസവും കഴിക്കാത്തവരെ മദ്യവും മാംസവും കഴിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇത് മതം അനുശാസിക്കുന്നു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് അവരെ അത് പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത രീതിയിലെ കാതലായ മാറ്റം വരുത്തിക്കൊണ്ടാണ് വ്യത്യസ്തരായ ജനതയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ഭിന്നത ഉണ്ടായത്. എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നു. ഗുരുസ്വാമി പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ ഭിന്നത? പല മതങ്ങളുടെയും പേര് പറഞ്ഞു മത്സരിക്കുന്ന മനുഷ്യരോട് ഭഗവാൻ പറഞ്ഞു, പല മതസാരവും ഏകമാണ്. പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്നും ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല. മതം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അധിഷ്ഠിതമായ മതം മാത്രമല്ല, നമ്മളുടെ അഭിപ്രായവും മതമാണ്. എനിക്കൊരു മതമുണ്ട്, അതെന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് മറ്റൊരു മതം ഉണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് വന്ന് അതിനെ തച്ചു തകർത്തുകൊണ്ട് എന്റെ അഭിപ്രായമാണ് ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സംഘർഷം ജനിക്കുകയായി. അതൊരു പൊരുതലാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് മതപ്പോരും. ഒരിക്കലും മതപ്പോരിനെ നമ്മൾ അനുകൂലിച്ചെന്നാൽ അതൊരിക്കലും ശാശ്വതമായി തീരുകയില്ല. അങ്ങനെ പോവാതെ എല്ലാവരും ഏകമായ ദൈവത്തെ, ഈ ഭൂമിയുടെ പരംപിതാവിനെ, ഈ ജഗത്തിന്റെ പരംപിതാവിനെ എല്ലാവരും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും പ്രാണൻ കൊണ്ടും ആശ്രയിക്കണം എന്നാണ് ഭഗവാൻ നമ്മെ പഠിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ദൈവദശകം എന്ന് പറയുന്ന ഈ 10 പദ്യം എഴുതിയത്. എന്താണ് ദൈവദശകത്തിന് മാത്രം പ്രത്യേകത? അതിന്റെ ശതാബ്ദി എന്തുകൊണ്ടാണ് നാം ആഘോഷിക്കണമെന്നും ഈ ശതാബ്ദി വർഷത്തിലെങ്കിലും ദൈവദശകത്തിന്റെ മഹത്വത്തെ നാം അറിയണമെന്നും പറയുന്നതിന്റെ കാരണം എന്താണ്? ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് ഭജനകളും ഒക്കെയുള്ള നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ഈ ഭാരതം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു സംഗീത ശാഖ തന്നെ ദേവതമാരെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളാൽ അധിഷ്ഠിതമാണ്. അത് കർണാടക സംഗീത ശാഖയാണ്. ഒരുപാട് കീർത്തനങ്ങൾ നമുക്കറിയാവുന്നവരുണ്ട്. നമ്മുടെ ഇഷ്ടദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ള സഹസ്രനാമങ്ങളും അഷ്ടോത്തരങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. ഈ 100 കണക്കിന് വരുന്ന കീർത്തന ആലാപനങ്ങൾക്കിടയിൽ എവിടെയാണ് ദൈവദശകത്തിന്റെ സ്ഥാനം? അത് മാത്രമാണ് ദൈവം എന്താണെന്നും ദൈവം ആരാണെന്നും ദൈവത്തെ കാണുമ്പോൾ നാം എന്ത് ചോദിക്കണമെന്നും ദൈവം നമുക്ക് എന്താണ് തരുന്നതെന്നും പറയുന്ന ഒരേ ഒരു പ്രാർത്ഥനാ ഗീതം. അതുകൊണ്ടാണ് ഇത് ലോകത്തിന്റെ പ്രാർത്ഥനാ ഗീതമായി മാറണമെന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ എഴുതിയത് കൊണ്ട്, മലയാളികളായ നമുക്ക് ഭഗവാൻ തന്നിട്ട് പോയത് കൊണ്ട് ഇത് ലോകം മുഴുവൻ എത്തിക്കേണ്ട ബാധ്യത നമ്മളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അത് മറ്റാരുമല്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്ത ബോധം തിരിച്ചറിയേണ്ടത്. നിങ്ങൾ 100 ദിവസം നിൽക്കുന്ന ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോഴത്തേക്ക് മനസ്സിലിരിക്കേണ്ട ബോധ്യം ഇതാണ്. ഇത് നമ്മുടെ ഭാഷയിൽ എഴുതിയത് കൊണ്ട്, നമ്മുടെ ചിന്തകളിൽ വിരിഞ്ഞതായതുകൊണ്ട്, നമുക്ക് പ്രാപ്യമായതുകൊണ്ട് ആലോചിച്ച് നോക്കുക. ലോകത്തെ ഏറ്റവും ഭാഗ്യം നേടിയ വ്യക്തികളാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ ലോകത്തെ നന്നാക്കാനായിട്ട് ദൈവം അവതരിച്ചത് നമുക്കിടയിലാണ്. ഈ ലോകത്തിന്റെ ശാന്തിയുടെ അന്ത്യവാക്കായിട്ട് ദൈവം അവസാനം വന്നത് നമുക്കിടയിലാണ്. നമ്മുടെ ഭാഷയിലാണ് സംസാരിച്ചത്. നമ്മുടെ ഭാഷയിലാണ് ഈ ലോക ജനതയെ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കുന്ന ഏക പ്രാർത്ഥനാ ഗീതം എഴുതിയത്. നമ്മുടെ ഉത്തരവാദിത്വം എത്രത്തോളം വലുതാണ്! അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു പ്രസാദം പോലെ ചുറ്റുമുള്ള വീടുകളിലേക്ക് അതിന്റെ ഭാഗങ്ങള് നമ്മൾ എത്തിക്കും. ആ വീട്ടിൽ ആള് കുറവാണെങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വീട്ടിലുണ്ടാക്കുന്ന വിശിഷ്ട വസ്തു ആയിരിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അയൽക്കാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ എത്തിക്കും. കാരണം എന്തിനാ? നമ്മുടെ വീട്ടിലുണ്ടായ ആ സന്തോഷത്തിന്റെ പങ്കാണ് നമ്മൾ കൊണ്ടുപോയി എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തിട്ട് ആ സന്തോഷത്തെ നമ്മൾ ഇരട്ടിപ്പിക്കുകയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനാ ചിന്ത നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്വായത്തമാക്കിയിട്ട് ആദ്യം നമ്മളത് ഭുജിച്ചിട്ട് ഈ ലോകം മുഴുവനും കൊണ്ടുപോയി നമുക്കത് വിതരണം ചെയ്യണം.
ലോകത്തെ മുഴുവൻ താത്വിക ആചാര്യന്മാരും ചിന്തിച്ചു കൂട്ടിയത്, ഇതിഹാസകാരന്മാര് രചിച്ചു കൂട്ടിയത്, വേദാന്ത സൂത്രകാരന്മാർ രചിച്ചതെല്ലാം അതിന്റെ സത്ത എന്താണോ ആ സത്ത മാത്രം എടുത്ത് ഒരു കൊച്ചു പദ്യത്തിലാക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ കാര്യമല്ല. ഇത് വേദവ്യാസന്റെ നാടാണ്. വേദത്തെ അദ്ദേഹം നാലായി പകുക്കുകയാണ് ചെയ്തത്. ഇത് സകല വേദങ്ങളെയും ഒന്നിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മഹാഭാരതത്തിലേക്കും രാമായണത്തിലേക്കും ഭാഗവതത്തിലേക്കൊക്കെ കടന്നാൽ അറിയാം, കഥകളുടെ ഒരു വലിയ സാഗരമാണ്. ഈ കഥകളുടെ വലിയ സാഗരത്തിലേക്ക് കടക്കുന്നവൻ എവിടെ വേണമെങ്കിലും വഴിതെറ്റാം. കാരണം ഇന്ന് മനുഷ്യൻ അവന്റേതായ സ്വാർത്ഥത മൂലം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഉദാഹരണം എടുക്കുന്നത് ഈ വേദങ്ങളിൽ നിന്നും ഈ പുരാണങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിട്ട് ആ കഥ എടുത്തിട്ട് അവരെ ന്യായീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള കുറുക്കു വഴിയായിട്ടാണ് നമ്മുടെ പുരാണങ്ങളെയും വേദത്തെയും ഉപനിഷത്തിനെയും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള ഒരു മഹാസാഗരത്തിലേക്ക് കടന്ന് വഴിതെറ്റി അലയേണ്ടി വരുന്ന നമ്മളെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പിടിപ്പിക്കാത്തവന് അച്ഛൻ ചെറുതായിട്ടൊരു സമ്പാദ്യം അവനെങ്ങാനും പിടിപ്പ് കേട്ട് ഈ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചെന്നാല് ഇവന്റെ അവസാന കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കരുതൽ പോലെ ഉണ്ടാക്കി വെക്കുന്ന സ്വത്ത് പോലെയാണ് ഭഗവാൻ ദൈവദശകം തന്നത്. ഈ പറയുന്ന എല്ലാ മഹത് അലയാതെ ദിവസം 10 മിനിറ്റ് കഷ്ടിയെടുത്തെന്നാല് ഈ 10 പദ്യം ചൊല്ലി തീർക്കാൻ പറ്റും നമുക്ക്. അതിന്റെ ആദരാർത്ഥം അറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് വേറെ ഏത് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാളും മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാളും ഉള്ളറിവ് നമുക്ക് ലഭിക്കും. ഇതാണ് ദൈവദശകത്തിന്റെ ഒരു സാമാന്യ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ദൈവദശകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. സ്വാമിമാര് രചിച്ചത്, മുനിനാരായണ പ്രസാദിന്റെ വ്യാഖ്യാനമുണ്ട്, പ്രൊഫസർ ബാലകൃഷ്ണൻ നായരുടെ വ്യാഖ്യാനമുണ്ട്, ഡോക്ടർ ടി ഭാസ്കരന്റെ വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഗുരുദേവന്റെ ശിഷ്യര് നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവദശകത്തെ കുറിച്ചിട്ട്. നമ്മൾ തന്നെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ പലതരത്തിലുള്ള സമ്മിശ്രണമായതുകൊണ്ട് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള മനസ്സിന് പാകമാകുന്ന രീതിയിൽ അതിൽ നിന്ന് സ്വന്തം സാരാംശം രൂപീകരിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്താണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്? സത്വം, രജസ്, തമസ്. മനുഷ്യന് ഈ 3 ഗുണങ്ങള് പല അളവിൽ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യന്. സത്വഗുണം എന്ന് പറയുന്നത് പ്രകാശത്തിലേക്കുള്ള ആകർഷണമാണ്. എന്ന് പറഞ്ഞാൽ നല്ലത്, നന്മ, സത്യം, അഹിംസ, ഇങ്ങനെയുള്ള ചില ഗുണങ്ങളോട് സ്വാഭാവികമായും ചില മനുഷ്യർക്ക് കുറച്ച് ആരാധന കൂടും. അവരെ അതിലധിഷ്ഠിതമായിട്ട് ജീവിക്കും. മറ്റൊന്നും അവർക്ക് ജീവിതത്തിൽ മൂല്യമുള്ളതായിട്ട് അനുഭവപ്പെടുകയില്ല. അങ്ങനെയുള്ള മനുഷ്യര് സാത്വികരാണ്. അവർ സത്വഗുണത്തിൽ നിൽക്കുന്നവരാണ്. രജോ ഗുണക്കാരൻ എന്ന് പറയുന്നത് എന്താണ്? കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. കർമ്മം ചെയ്ത് കൂടുതൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം നമ്മളോട് പറഞ്ഞപ്പോ ജനറൽ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞല്ലേ, നമ്മള് സംഘടനയിലൂടെ ശക്തരായിട്ട് എന്ത് ചെയ്യണം? ഭൗതികമായ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് രജോ ഗുണമാണ്. അത് എന്താണ്? കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക, അത് കർമ്മം ചെയ്തുകൊണ്ട് നേടുക എന്നുള്ള ഗുണമാണ്. അതിന് ആഗ്രഹം എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനെ നിയന്ത്രിക്കാതെ വരുമ്പോഴത്തേക്ക് ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. രജോ ഗുണത്തെ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടതാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാല് അത് ഇരുട്ടാണത്, അലസതയുടെ ഗുണമാണത്. സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അലസമായി കിടക്കുന്നവന്റെ ഗുണമാണ് തമോ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അവനവനെ തന്നെ എടുത്തു വെച്ച് നോക്കുക. ദിവസവും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. അവനവനെ തന്നെ അവലോകനം ചെയ്യുക. ഇന്ന് രാവിലെ മുതൽക്ക് ഇന്ന് വൈകിട്ട് ഉറങ്ങുന്നത് വരെ ഞാൻ എന്തൊക്കെ ചെയ്തു? ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗുണങ്ങളുടെ സമ്മിശ്രണം നമ്മുടെ പ്രവൃത്തിയിൽ കിടക്കുന്നത് കാണാം. നമ്മൾ ആഗ്രഹത്തിന്റെ പുറത്ത് പലതും ചെയ്തിട്ടുണ്ട്. നമ്മൾ അലസരായി ഇരുന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുക. ഇത് പല മനുഷ്യരിലും പല രീതിയിലാണ് കിടക്കുന്നത്. നമ്മൾ പറയും അടിസ്ഥാനപരമായ 3 വർണ്ണങ്ങൾ ചേർന്നാണ് ലോകത്തെ എല്ലാ വർണ്ണങ്ങളും ഉണ്ടായെന്ന് ഫിസിക്സിൽ പഠിക്കും നമ്മള്. ഇതുപോലെ തന്നെയാണ് ഈ അടിസ്ഥാനപരമായ 3 ഗുണങ്ങള് പല രീതിയിൽ സമ്മിശ്രണം ചെയ്ത കോടിക്കണക്കിന് മനുഷ്യരിലൂടെ ഉണ്ടായത്. ഈ കോടിക്കണക്കിന് മനുഷ്യർക്കും അവരുടേതായ ദൈവങ്ങളെ വേണം. എനിക്ക് എന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ദൈവത്തിനെ എനിക്ക് ആവശ്യം. എനിക്ക് കള്ളു കുടിക്കുന്ന ദൈവത്തെ എനിക്ക് വേണ്ട. കള്ളു കുടിക്കുന്നവനോ അവന് കള്ളു അല്പം കുഴപ്പമില്ലാത്തൊരു ദൈവത്തെ വേണം. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ പ്രകൃതമുണ്ട്. ചിലർക്ക് ഒരല്പം ബലിയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിക്കുന്ന ദൈവത്തിനെയാണ് ഇഷ്ടം. ഇങ്ങനെ 33 കോടി ദേവതകൾ ഇവിടെ ഉണ്ടായെങ്കിൽ 33 കോടി സ്വഭാവമുള്ള മനുഷ്യരും ഇവിടെ ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അത്രയും ദേവതകള് നമുക്കിടയിൽ ഉണ്ടായത്. ഇതിന്റെയൊക്കെ ഒരു ഏകീകരണം സംഭവിക്കുന്ന ഒരു ഘട്ടമുണ്ട്.
ആ ഏകീകരണത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ദേവതകളെ ഋഷീശ്വരന്മാരെ നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരറിഞ്ഞ പൂർണ്ണ സത്യത്തെ വന്ന് പറഞ്ഞെന്നാൽ ജനത്തിന് ബോധ്യമാവാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവരറിഞ്ഞ സത്യത്തെ ഉൾക്കാമ്പിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ നിരവധി കാവ്യങ്ങൾ എഴുതി. ആ കാവ്യത്തിൽ ഒന്നാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം എഴുതാൻ വേണ്ടിയിട്ട് വാൽമീകി എന്ന് പറയുന്ന മഹർഷി നാരദനോട് ചോദിക്കുന്നു, നാരദരെ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ സഞ്ചരിക്കുന്നയാളല്ലേ, ഈ പറയുന്ന ലോകങ്ങളിൽ എവിടെയെങ്കിലും ധാർമ്മികനായ ഒരു മനുഷ്യനുണ്ടോ? ഈ ത്രേതായുഗത്തില് ധാർമ്മികനായ ഒരു മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം. സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സത്യസന്ധനായിട്ടുള്ള ക്രിയാത്മകതയുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് വേണ്ടത്. അവനെ മാതൃകയാക്കിക്കൊണ്ട് മനുഷ്യനെ ദൈവത്തിലേക്ക് നമുക്ക് നയിക്കണം. അപ്പൊ ഈ യുഗത്തിൽ അങ്ങനെയാണെങ്കിലും മാതൃകയാക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ലോകങ്ങളെല്ലാം കറങ്ങുന്ന നാരദൻ പറഞ്ഞു, അയോധ്യ എന്ന് പറയുന്ന രാജ്യത്ത് രാമൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ഒരുപാട് പീഡകൾ അനുഭവിച്ച ആളാണ്. സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് താങ്കൾ എഴുതുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് രാമനെ മാതൃകയാക്കിക്കൊണ്ട് വാൽമീകി രാമായണം രചിക്കുന്നത്. വാൽമീകി രാമായണം രചിക്കുമ്പോൾ ഈ മാതൃകാ പുരുഷൻ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വളരുകയും അദ്ദേഹത്തിന്റെ ഭാവന സങ്കല്പങ്ങളിലൂടെ ശക്തി പ്രാപിക്കുകയും കൂടുതൽ ദൈവികത്വം വരികയും ചെയ്യുന്നു. ആ കഥയിൽ രാമൻ നമുക്ക് ദൈവമാകും. രാമനെ നാം ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ രാമന്റെ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യൻ അവസാനം ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വാൽമീകിയുടെ ആവശ്യം. കൃഷ്ണൻ എന്ന് പറയുന്നത് ആര്യവർത്തത്തില് ജനിച്ച് ഈ ഏറ്റവും താഴ്ന്നക്കിടയിലുള്ള ഒരു ജാതിയിൽ ജനിച്ചിട്ട് കാലിച്ചക്കനായി വളർന്നിട്ട് ഈ ഭാരത ചക്രവർത്തിയുടെ സിംഹാസനത്തെ കൈവെള്ളയിൽ വെച്ചയാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ കൽത്തുറുങ്കിൽ ജനിച്ചിട്ട് കാലി തൊഴുത്തിൽ പോയി കാലികൾക്കിടയിൽ കിടന്ന് വളർന്നിട്ട് അവിടെ നിന്ന് സ്വന്തം കരുത്താർജിച്ചു വന്നിട്ട് സ്വന്തം ധർമ്മം ഈ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് സ്വന്തം മാർഗം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ധർമ്മത്തെ ഒന്നുടങ്കം ഒടുക്കിക്കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തെ ഇരിക്കുകയല്ല ചെയ്ത് കൈവെള്ളയിൽ വെക്കുകയാണ്. ഹസ്തിനപുരത്തിന്റെ സാമ്രാജ്യത്തിന്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. അത്രയും വലിയൊരു മാതൃകാ പുരുഷനെ ആ ദ്വാപര യുഗത്തിൽ എവിടെ കണ്ടെത്താൻ സാധിക്കും? എഴുതുന്നു. കൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മഹാകാവ്യങ്ങൾ എഴുതുന്നു. അതില് ഭഗവാൻ എന്ത് ചെയ്യുന്നു? സാക്ഷാൽ നാരായണന്റെ സ്വരൂപമായി മാറുന്നു. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചെന്നാൽ നിഷ്കാമ കർമ്മികളായി മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച യുഗമാണ് ദ്വാപര യുഗം എന്ന് പറയുന്നത്. ആ ദ്വാപര യുഗത്തില് ഏറ്റവും മാതൃകയായിട്ട് ദൈവത്തിന് ഉയർത്തി കാണിക്കാവുന്നത് ശ്രീകൃഷ്ണനെയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ നമുക്ക് ദൈവമാകും. പക്ഷെ പിൽക്കാലത്ത് എന്താ നമുക്ക് സംഭവിക്കുന്നത്? ശ്രീരാമനെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ശ്രീരാമന് ഇഷ്ടമുള്ള കുറെ വിഭവങ്ങളുണ്ട് എന്ന് ക്ഷേത്രാധികാരികൾ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് കൊടുത്ത് ശ്രീരാമനെ എന്ന് പറയുന്ന മൂർത്തിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ ആവശ്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ശ്രീരാമ ഭക്തി എന്ന് പറയുന്നത്. കൃഷ്ണഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഗുരുവായൂരിൽ പോയിട്ട് വെളുപ്പിന് 2 മണിക്ക് കുളിച്ച് ക്യൂ നിന്നിട്ട് 6:30 തൊഴുത് എന്ത് ചെയ്യുക? അവിടെ ചെന്ന് തൃക്കൈ വെണ്ണയും മുഴുക്കാപ്പും ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ഒരു ഓടക്കുഴൽ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് തൃപ്പണിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ കൃഷ്ണ, ഞാൻ ആ കോയിലേക്ക് പോവുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യുക? കുറച്ചുകൂടി സമ്പത്ത് അങ്ങ് തന്നാലും എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയാലും ഭഗവാനെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ അതിനനുസരിച്ച് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. എവിടെ കിടക്കുന്നു കൃഷ്ണൻ? എവിടെ കിടക്കുന്നു നമ്മുടെ കൃഷ്ണഭക്തി? നിഷ്കാമ കർമ്മത്തിൽ അധിഷ്ഠിതമായ ദൈവത്തോടാണ് നമ്മള് ഫലം കൊടുത്തിട്ട് കൈക്കൂലി കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിട്ട് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുക. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഒരു ആനയായിട്ടായിരിക്കും ചെല്ലുന്നത്, നടക്കിയിരുത്താൻ വേണ്ടി. കാരണം നമുക്ക് 10 ആനയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ആന ദൈവത്തിന് കൊടുക്കുകയുള്ളൂ. പണ്ടൊരാള് എന്ത് ചെയ്യുന്നു? അമ്പലത്തിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, ഭഗവാനെ ഇന്ന് എനിക്ക് 1 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ 50 പൈസ നേർച്ചയിട്ടേക്കാമെന്നോ. അപ്പൊ ഇയാൾ നടന്നു പോയപ്പോഴത്തേക്ക് വഴിയിൽ ഒരു 50 പൈസ അടക്കുന്നു. അത്രയ്ക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ? എന്നുവെച്ചാ ദൈവത്തിന്റെ എടുത്തിട്ട് കൊടുത്തതാണ് ഉള്ളതാണ്. പോയി 50 പൈസ കൊടുത്തേക്കാമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ട്, അത് മറന്നുപോയി. 50 പൈസ കിട്ടിയപ്പോൾ എന്താണ്? ദൈവം എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് 50 പൈസ എടുത്തിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്, 1 രൂപ കഴിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ പലതരം വിശ്വാസങ്ങൾക്ക് പിറകെ ഓടുകയാണ്. നമുക്ക് ഭക്തി ഇല്ല. നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണ്? ഭക്തി മാത്രമേ ഉള്ളൂ. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഭുജിക്കുക.
അതിനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കും. നമുക്ക് നേടി ഉണ്ടാക്കി വെക്കുക. ഇന്ന് കഴിക്കാനുള്ള പോരാ, നാളെ കഴിക്കാനുള്ള പോരാ, ഒരു മാസം കഴിക്കാനുള്ള പോരാ, 10 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കണം. ഈ ഭൂമിയിൽ വേറെ ഒരു ജീവിയും അത് ചെയ്യുന്നില്ല. ഇന്ന് കഴിക്കാനുള്ളതല്ലാതെ ഒരു ജീവിയും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറയും എന്താണ്, സിംഹം മറ്റു മൃഗങ്ങളെയൊക്കെ പിടിച്ചു തിന്നുന്നു. അതിന്റെ വിശപ്പ് വരുന്ന സമയത്ത് മുന്നിൽ വരുന്നതിനെ കടിച്ചു തിന്നും. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും. ബാക്കി ഏതെങ്കിലും ജീവികളാവുന്ന തിന്നുന്നേ. വിശപ്പ് മാറിയിട്ട് ഒരു സിംഹം കിടക്കുന്ന സമയത്ത് ഏത് ഇഷ്ടമുള്ള മൃഗം അതിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും ഈ സിംഹം അതിനെ പിടിക്കില്ല. നമ്മളാണെങ്കിൽ അങ്ങനെയാണോ? നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അവനെ കൊന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും, കാരണം നാളെ കഴിക്കാൻ നമുക്ക്. ഇതാണ് മനുഷ്യൻ നന്നായാൽ മാത്രം മതി ഈ ലോകം നന്നാകാൻ എന്ന് പറഞ്ഞത്. മനുഷ്യൻ നന്നായാൽ മാത്രം മതി ഈ പ്രപഞ്ചം നന്നാകാൻ എന്ന് പറയാം. കാരണം എന്താ, ഭൂമിയിൽ ഇപ്പൊ സ്ഥലമില്ലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചൊവ്വയിലേക്കൊക്കെ പോവുക, അവിടെ സ്ഥലം ഉണ്ടോ നോക്കാൻ പോവുക. പോകുന്നവനോട് പറഞ്ഞു വിടുക, 10 ഏക്കർ എനിക്കും കൂടി വളച്ചു കെട്ടിയിട്ട് പോരാൻ പറയുക. കാരണം എന്താ, ഇവിടേക്ക് ഇപ്പൊ തീർന്നു, ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പോലും നിവർത്തിയില്ല. 100 നിലയ്ക്കൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെ പോകും? ലിഫ്റ്റ് വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞില്ലേ, വീട്ടിലെത്താൻ പറ്റില്ല. പണ്ട് ബാലരമയിലൊക്കെ അപ്പുവിനെ അപ്പത്തിന്റെ അടുത്ത് എത്തിക്കുന്നു പറഞ്ഞിട്ട് കുറെ വളച്ച പറയും കിട്ടും അല്ലെ. നമ്മള് എപ്പോഴും എന്ത് ചെയ്യുന്നു? അതുവഴി പോയി തെറ്റിക്കും നമ്മൾ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വലിയ ആകാശത്തോണ്ട് വീട് കെട്ടി വെച്ചിട്ട് അവിടെ കയറി ചെല്ലാൻ നിവർത്തിക്കാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഭൂമിയിലെ സ്ഥലം കഴിഞ്ഞിട്ട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ പോവുകയാണ്. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പിടിച്ചാൽ കിട്ടത്തില്ല. ദൈവത്തെ ഒരു ദിവസം ഫ്രണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആദ്യം പിടിച്ചുകൊണ്ടുവന്ന് എന്റെ പൂജാമുറിയിൽ വയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുത്തനോടും വേണ്ടി പോരുത്. വീട്ടിൽ പറയും, ഭാര്യയോട് പറയും, ഒറ്റയാളോട് വേണ്ടി പോലും ദൈവമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പൂജാമുറിയിൽ നിന്ന് നമ്മുടെ എല്ലാ കാര്യം സാധിക്കണം. അപ്പുറത്തോട് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവൻ കൂടുതൽ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾ പൊക്കളായി. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ നീ സൂക്ഷിക്കുക. ദൈവം മുന്നിൽ വന്നു നിന്നാലും മനുഷ്യന് മനസ്സിലാവത്തില്ല. ഒരു സന്യാസി പറഞ്ഞൊരു കഥയാണ്. ഒരു യാത്രാസംഘം ഒരു ക്ഷേത്രത്തിലെത്തി. അവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ. ഇവര് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടി ഇങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വലം വെച്ച് വരുമ്പോഴത്തേക്ക് കൃഷ്ണൻ ഇത് ഇരിക്കപ്പെടുത്തില്ലാണ്ടായി. പാവങ്ങള് എത്രയോ ദൂരത്ത് നിന്ന് ഒരുപാട് ദിവസം വ്രതമൊക്കെ നോക്കി വന്നിരിക്കുകയാണ്. ഒന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാന്ന് വിചാരിച്ച് കൃഷ്ണൻ നേരെ ചെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. മാറിക്കിടാ ചെക്കാന്ന് പറഞ്ഞു. ഭജിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വഴി നിൽക്കുന്നു. കമ്മിറ്റിക്കാരൊന്നും ഇല്ല ഈ അമ്പലത്തില് ഇവരെ പിടിച്ചു മാറ്റാനായിട്ട്. അവൻ പറഞ്ഞു, ഞാനാണ് നിങ്ങൾ തേടുന്ന കൃഷ്ണൻ. അവൻ വളരെ ശല്യമായല്ലോ. നീ എത്ര വലിയ കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. നമ്മളൊരു കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ നീ ഒന്ന് രത്നമാക്കി കാണിക്കും. കൃഷ്ണന് നിഷ്പ്രയാസം അതിനെ രത്നമാക്കി കാണിച്ചു കൊടുത്തു. ഇപ്പോഴെങ്കിലും ഈ ഭക്തർ എന്നെ വിശ്വസിക്കുമല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ലോഡ് കല്ലുമായിട്ട് വെച്ചു. എന്ത് ചെയ്യുക? ഇതുകൂടി ഒന്ന് രക്തമാക്കി തന്നാൽ. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവദശകത്തില് ഭഗവാൻ പറയുന്നു, ദൈവത്തെ കണ്ടു കഴിഞ്ഞാല് എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല ചോദിക്കുന്നത്. ചോദിക്കേണ്ടത്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പലതും തരാൻ ദൈവം തയ്യാറാ. ദൈവദശകത്തിൽ പറയുന്നുണ്ട്, മായയാണ് നീ മായാവിയാണ്, നീ മായയെ സൃഷ്ടിക്കുന്നവനാണ്, മായയിൽ നിന്ന് എനിക്ക് സായുജ്യം നൽകുന്നവനുമാണ്. അതുകൊണ്ട് നീ വെച്ച് നീട്ടുന്ന ആഗ്രഹ സാധ്യങ്ങളല്ല എനിക്ക് വേണ്ടത്, എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത്. അതാ 2-ാം പദ്യത്തിൽ പറയുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുടങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇതാണ് ദൈവത്തെ കാണുമ്പോൾ ചോദിക്കേണ്ടത്. പക്ഷെ നമ്മളെപ്പോഴും എന്താണ്? അത്യാഗ്രഹിക്കുകയും അസൂയക്കാരനെയും പോലെയാണ് നമ്മള്. നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട, മറ്റൊരുത്തിന് കിട്ടരുതെന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മള് അത്യാഗ്രഹിക്കുകയും അസൂയക്കാരനും എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. എന്താണ് ആ പാഠഭാഗത്തിൽ പറയുന്നത്? രണ്ടുപേര്, ഒരാൾ അത്യാഗ്രഹിക്കുകയാണ്, ഒരാൾ അസൂയക്കാരനാണ്. രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? അവര് തപസ് ചെയ്യാൻ പോവാണ്. ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരിന്ന് തപസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, ഞാനാണ് ഏറ്റവും നല്ല ഭക്തൻ, അതുകൊണ്ട് ദൈവം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ മുന്നിൽ തന്നെ വന്നേ പറ്റൂ. മറ്റേയാളും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ദൈവം ഇവരുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷനായി. രണ്ടാളും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ദൈവം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ തർക്കമായി. ഞാനാണ് ദൈവത്തെ ആദ്യം കണ്ടതുകൊണ്ട് ആദ്യം വരം ചോദിക്കാൻ എനിക്കാണ് അർഹത. മറ്റേയാളും തർക്കിച്ചു. ദൈവത്തിന് തർക്കം കണ്ടപ്പോൾ ഒരു രസം തോന്നി. ദൈവം പറഞ്ഞു, നിങ്ങളില് ആര് വേണമെങ്കിലും ആദ്യത്തെ വരം ചോദിച്ചോളൂ, പക്ഷേ ആദ്യം ചോദിക്കുന്നവൻ എന്ത് ചോദിക്കുന്നു അതിന്റെ ഇരട്ടി ഞാൻ രണ്ടാമത് കൊടുക്കും. ഇപ്പൊ കുഴപ്പമായി. കാരണം എന്താ? അസൂയക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, മറ്റൊരുത്തിന് കിട്ടാൻ പാടില്ല. അത്യാഗ്രഹിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മറ്റൊരു കിട്ടുന്നതിന്റെ ഇരട്ടി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോ രണ്ടാമത്തെ പറഞ്ഞു, അസൂയക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
ദൈവമേ എനിക്ക് തെറ്റുപറ്റിയതാണ്. ഇവനാണ് ദൈവത്തിന് ആദ്യം കണ്ടത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവന്റെ ആദ്യം വരം കൊടുത്തോളൂ എന്ന് പറയും. നമ്മൾ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യും അല്ലെ. ചിലടത്ത് നമ്മൾ 10 രൂപയ്ക്ക് വേണ്ടി അടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും അപ്പുറത്തൊരു 100 രൂപയുടെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് അടിക്കുന്ന ഭാഗത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് പോകും. ഇതുപോലെയാണ് ഈ അസൂയക്കാരൻ എന്ത് ചെയ്തു, അസൂയക്കാരന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ ആദ്യം ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് മറ്റവൻ അതിന്റെ ഇരട്ടി കിട്ടും. അവനത് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ അവൻ തീരുമാനിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു ദൈവത്തോട്. എന്താ ചോദിച്ചത്? ദൈവമേ എന്നെ ഒരു കണ്ണ് പൊട്ടിപ്പോകണമെന്ന്. അപ്പൊ അതിന്റെ ഇരട്ടി മറ്റവന് കിട്ടും. അവന് 2 കണ്ണും അടിച്ചു. അപ്പൊ ദൈവം വിചാരിച്ചു മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയില് ഇത്രയും ആഴവും പരപ്പുമായിട്ട് ഈ അസൂയ എന്ന് പറയുന്ന വികാരം കിടപ്പുണ്ടല്ലോ എന്ന് ദൈവത്തിന് ബോധ്യമായ നിമിഷമാണത്. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതി. നമുക്കൊരു കാർ മേടിക്കണം നമ്മൾ ആലോചിക്കുന്നത് അപ്പുറത്ത് നിന്ന് ഒരു കാർ വാങ്ങിക്കുമ്പോഴത്തേക്കാണ്. ചെന്ന് തിരക്കും, ആദ്യം സൗഹൃദത്തിൽ ചെന്ന് തിരക്കും, എന്താണ് ഇതിന്റെ മോഡലും തിരക്കും അല്ലെ, എത്രയായി, എത്ര കിട്ടും. നാട്ടിലാണെ മൈലേജ് തിരക്കും, നിങ്ങളാണെ മൈലേജ് തിരക്കത്തില്ല. ഞാൻ പോയിട്ട് വന്ന് ചോദിച്ചു, സതീഷേട്ടനോട് ചോദിച്ചു, സതീഷേട്ടാ അതിപ്പോഴാ ശരി. സതീഷേട്ടനെ ഞാൻ ചോദിച്ചു, പിന്നെ സതീഷേട്ടാ വണ്ടിക്ക് എത്രയാ മൈലേജ്? സതീഷേട്ടൻ പറയും ഇവിടെ മൈലേജ് ഒന്നും നോക്കത്തില്ല, ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ പെട്രോളിന് വില കുറവായതുകൊണ്ട് ഫുൾ ടാങ്ക് അടിക്കും ഓടിക്കും, ഫുൾ ടാങ്ക് അടിക്കും ഓടിക്കും. പക്ഷെ നാട്ടിലാണെങ്കിൽ നമ്മൾ ആദ്യം തിരക്കുന്നത് എത്രയാണ്, മൈലേജ് എത്രയാണെന്ന് തിരക്കും, എത്ര കിട്ടും നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനേക്കാൾ നല്ല തൊരണം വാങ്ങാൻ നമ്മൾ നോക്കും. ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെന്താണ്, നമ്മൾ മറ്റൊരുത്തിനെ കണ്ടിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെ കണ്ടിട്ടല്ല ജീവിക്കുന്നത്. നമുക്ക് എന്തുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എങ്ങനെ ജീവിക്കാമെന്നുള്ള നമ്മൾ ആലോചിക്കുന്നത്. എന്താണ്, മറ്റവൻ എന്ത് നേടി അതിനപ്പുറത്ത് എനിക്ക് നേടണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭക്തി പോലും, നമ്മുടെ പ്രാർത്ഥന പോലും ഇതിനു വേണ്ടിയിട്ടാണ്. ദൈവം രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുമ്പോഴേ ദൈവം പറയും ഇന്ന് എന്താണോ അവൻ ചോദിക്കാൻ പോകുന്നത്, എന്തോ വിഷയമായിട്ടാണ് വരുന്നത്. അവ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും എനിക്ക് ഇന്ന് ഇന്നത് കിട്ടണം. കഴിഞ്ഞ പ്രാവശ്യം ആ റേഞ്ച് കീഴടക്കിയപ്പോഴത്തേക്ക് അവൻ ഇന്നതിനെയൊക്കെ സമ്പാദിച്ചു, അപ്പൊ എനിക്കും വേണം ഇത്, അതിന്റെ ഇരട്ടി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ മനസ്സമാധാനത്തോടുകൂടി അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തും ചെയ്ത് സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ഞാൻ കണ്ടോളാം, വേണ്ട രീതിയിൽ ഞാൻ കണ്ടോളാം. നമ്മള് കുറെ പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, കുറെ പണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ പണം ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ, ഈ പണം എന്ന് പറയുന്നത് കടലാസാണ്. ഈ കടലാസിനെ നമ്മൾ അച്ചടി മഷി പല രീതിയിൽ പുരട്ടിയിട്ട് ഒരു വ്യാവഹാരിക സാധനമായി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഈ ലോകത്തെ അചേതനമായ വസ്തുക്കളിൽ ഒന്ന് മാത്രമാണ്. ദൈവം സൃഷ്ടിച്ച ഒരുപാട് വസ്തുക്കളെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അചേതനമായ വസ്തുവാണ്. ഇത് മനുഷ്യർക്കിടയില് മാത്രമേ ഇതിന്റെ മൂല്യമുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ റുപ്പിയും കൊണ്ട് കുവൈറ്റിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല അല്ലെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ദിനാർ നമ്മൾ വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ 5 പൈസ വെള്ളം കിട്ടത്തില്ല. അപ്പൊ എന്താ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം വ്യവഹരിക്കാനായിട്ടുള്ള സാധനമാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അപ്പോ ഒരു രാജ്യത്ത് മാത്രം വ്യവഹരിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാ ഈ പ്രപഞ്ചം മുഴുവൻ കീഴടക്കി ഇത് മുഴുവനും ഇതിന്റെ മുഴുവനും സമ്പത്തുമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതടക്കമുള്ള ഈ ലോകത്തിന്റെ മുഴുവനും അധികാരിയായിരിക്കുന്ന ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചീള് നോട്ട് വെച്ചിട്ട് വില പറയാൻ നോക്കുന്നു. നമ്മളൊരു വഴിപാട് കഴിച്ചിട്ട് അതിന്റെ ഗുണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പറയും എത്ര രൂപയാണ് ഞാൻ മുടക്കിയത്, ഒരു കാര്യം ഉണ്ടായില്ല. കാരണം എന്താ, നമ്മൾ പൈസ കൊടുത്തിട്ടും ചെയ്തു തന്നില്ല. അപ്പൊ വില്ലേജ് ഓഫീസർ കൊണ്ടുപോയി 1 ലക്ഷം രൂപ കൊടുത്തിട്ടും നമ്മുടെ തണ്ടപ്പേര് മാറ്റി തരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണത്. ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയ വ്യാവഹാരിക വസ്തു വെച്ചിട്ട് വില പറയുക. കാരണം മറ്റൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്തുകൊണ്ടാണ് ഒരു അമ്പലത്തിൽ ചെന്ന് പൂജാരിയെ ആശ്രയിക്കുന്നത്? നമുക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഒരാൾ വേണ്ടി വരണം. ഈ ആളുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിനോട് കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നത്, നിങ്ങൾക്ക് ഈ സ്ഥലം ആലപ്പുഴ MP കാണണം, നിങ്ങൾക്ക് MP ആയിട്ട് നേരിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ലോക്കലിൽ പോയിട്ട് MP-യുടെ പാർട്ടിയിലുള്ള ഒരാളെ കാണുന്നു, എന്നിട്ട് പറയുന്നു എനിക്ക് ഇന്നതാണ് ആവശ്യം, MP-യുമായിട്ട് എന്നെ ഒന്ന് മുട്ടിച്ചു തരണം. അപ്പൊ ഇവന് കൊടുക്കാനുള്ളത് കൊടുക്കണം, ദക്ഷിണ കൊടുക്കണം, എന്നാലും അവൻ മുട്ടിക്കത്തുള്ളൂ. അവൻ കൊണ്ടുപോയി ജില്ലാ നേതാവിനെ മുട്ടിക്കുന്നു, ജില്ലാ നേതാവിന് നമ്മൾ കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ MP-യെ കാണാൻ സാധിക്കുന്നത്. MP-യെ കണ്ടിട്ട് MP-ക്ക് കൊടുത്താലേ കാര്യം നടക്കുകയുള്ളൂ. ഇതുപോലെ കാരണം എന്താ, MP-ആയിട്ട് നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പേരുമായിട്ട് നമ്മൾ മുട്ടേണ്ടി വന്നത്. ഇതുപോലെയാണ് മനുഷ്യർ ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം കുറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പുരോഹിതന്മാരെയും ഈ ശാന്തിക്കാരെയും ഒക്കെ അവരെ നമ്മൾ ചെന്ന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നത്. എന്താണ്, നമുക്ക് നേരിട്ട് ദൈവവുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പോയി പറയാൻ പറയുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അകത്ത് പോയി പറഞ്ഞിട്ട് കുറെ പുഷ്പമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഓക്കെ ആയതുകൊണ്ട് വീട്ടിൽ കുഴിച്ചിട്ടാൽ മതി, എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്
കൈ നീട്ടി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ 10 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് പറയും അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ലെന്ന് മനസ്സിൽ പറയും. കാരണം എന്താ 100 പ്രതീക്ഷിച്ചത്, പക്ഷെ 10 കിട്ടിയുള്ളൂ. ഇടനിലയ്ക്ക് ആളെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പമില്ല. പാർട്ടി ഓഫീസുകളിലൊക്കെ ഓൺലൈൻ രീതിയായി. കാരണം എന്താ, ഇടനിലയിലുള്ളവന്മാർ അടിച്ചുകൊണ്ട് പോകുക മുഴുവൻ. എന്നിട്ട് എന്താ ഓരോ ഓഫീസർക്കും വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ പെർസെന്റേജ് ചെല്ലുകയാണ്. അപ്പൊ ആ രീതി അവസാനിപ്പിച്ചിട്ട് ഈ ഉപഭോക്താവും സർക്കാരുമായിട്ട് നേരിട്ട് ബന്ധം വരാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഇടപാട് ചെയ്തത്. ദൈവവുമായിട്ട് ഒരു ഓൺലൈൻ ഇടപാടാണ് ദൈവദശകം. മധ്യവർത്തിയുടെ ആവശ്യമില്ല, ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല, ആർക്കും ചൊല്ലാവുന്നതാണ്. കാരണം ഇത് സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് കിടന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഗുരുസ്വാമി എഴുതിയതാണ് ദൈവദശകം എന്ന് പറയുന്നത്. ഇതിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, 1914 ദൈവദശകം എഴുതിയത്. അതിന് ഉപോത്ബലകമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഭഗവാൻ അരുവിപ്പുറത്ത് 1888 ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വിദ്യാഭ്യാസപരമായിട്ട് ഈ താഴേക്കിടയിൽ കിടക്കുന്ന ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ആ ശ്രമങ്ങളുടെ ഫലമായിട്ട്, ഭഗവാന്റെ തപോശക്തിയുടെ തന്നെ ഫലമായിട്ടാണ് 1909 തിരുവിതാംകൂർ മഹാറാണി സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു നിയമം അവതരിപ്പിച്ചു തിരുവിതാംകൂറിൽ. ഇപ്പോൾ എല്ലാവർക്കും ജാതി വ്യത്യാസമന്യേ സർക്കാർ പൊതു സ്കൂളുകളിൽ പോയി പഠിക്കാം എന്നുള്ളൊരു അവസ്ഥ വന്നു. പക്ഷേ ഈ ജാതി പ്രമാണികൾ ഓരോ സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവര് അകത്ത് കയറ്റി പഠിപ്പിക്കത്തില്ല. സ്കൂളിന്റെ ഏതെങ്കിലും മൂലയിലൊക്കെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. ഇതനുസരിച്ചിട്ട് നെയ്യാറ്റിൻകരയില് ഉരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും പുലയ കുടുംബത്തിൽപ്പെട്ടവര് സ്വന്തം കുട്ടികളെ ഉരുട്ടമ്പലം സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറ്റിയതെന്ന് വെച്ചാല് അവിടുത്തെ നായർ വിഭാഗവും നമ്പൂതിരി വിഭാഗവും കൂടി ഇവരെ കുറച്ച് ഈഴോ പ്രമാണികരോ അവരുടെ കൂടെ കൂടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖസത്യം എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ അടിച്ച്, ഈ അച്ഛന്മാരെയൊക്കെ അടിച്ചവർക്ക് ഓടിച്ചു. ഈ സമയത്ത് അരുവിപ്പുറത്ത് നെയ്യാറിന്റെ ആ പുളിനങ്ങളിൽ ഇരുന്ന് തപസ് ചെയ്യുന്ന ഭഗവാന്റെ തപസ്സും ഉണർന്നു. ഭഗവാൻ പെട്ടെന്ന് ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ട് ശിഷ്യരോട് പറഞ്ഞു, ഉരുട്ടമ്പലത്ത് നടക്കേണ്ടാത്തത് നടന്നിരിക്കുന്നു, നിങ്ങൾ വേഗം അവിടെ പോയി ആ പുലയരെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ശിഷ്യന്മാർ പെട്ടെന്ന് ഉരുട്ടമ്പലത്തിൽ ചെന്നിട്ട് ഈ അടികൊണ്ട് ഓടിയ പുലയ വിഭാഗങ്ങളിലുള്ള വീടുകളിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, സ്വാമി തൃപാദങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അരുവിപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. ഭഗവാൻ ഇവരോട് പറഞ്ഞു, ഇനിയും പരീക്ഷണങ്ങൾ ഉണ്ടാവാം, അടിപതറരുത്, പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകണം. ഇവരെ ഇങ്ങനെ സമാശ്വസിപ്പിച്ച് വിട്ടിട്ട് ഭഗവാൻ പിറ്റേ ദിവസം ശിഷ്യവൃത്തവുമായിട്ട് ഉരുട്ടമ്പലത്തിൽ ചെന്നിട്ട് ഈ അടിച്ചോടിക്കാൻ നിന്ന ഈഴവ പ്രമാണികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുലയരെ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് തന്നെ കാണണം, അവർ വിദ്യാഭ്യാസപരമായി ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരാണ്, അവരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം, അവരെ നിങ്ങൾ എല്ലാ വിധത്തിലും സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ ഉപദേശിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അയ്യൻകാളി വന്നിട്ട് ഈ പുലയ മഹാസഭയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഭഗവാനെ കാണുവാനായിട്ട് വന്നു. ഭഗവാൻ പറഞ്ഞു, എല്ലാവരും വിദ്യാഭ്യാസം നേടണം, മദ്യം ആരും ഉപയോഗിക്കരുത്, പണം കരുതി ഉപയോഗിക്കണം. 3 വരങ്ങളാണ് അല്ലെങ്കിൽ 3 നിർദ്ദേശങ്ങളാണ് ഈ ദളിത വിഭാഗത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ നേതാവിന് കൊടുത്തുവിടുന്നത്. 1, എല്ലാവരും വിദ്യാഭ്യാസം നേടണം. 2, പണം കരുതി ഉപയോഗിക്കാൻ പഠിക്കണം. 3, മദ്യം പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു സമൂഹത്തെ ഇത്രയും കെടുത്തി കളയുന്ന മറ്റൊരു ദ്രവ്യമില്ല, അത് മദ്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടു. അവര് പോയിട്ട് ഒരു വലിയ വിപ്ലവം തന്നെ നടത്തുകയുണ്ടായി. ഭഗവാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ദേശാന്തരങ്ങൾ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്താണ് ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തിയപ്പോഴത്തേക്ക് ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു, അത് 1914 നമുക്കിവിടെ പുലയന്മാര് അടക്കമുള്ള സർവ്വജാതിക്കാരെയും വിളിച്ചിട്ട് ഒരു ദേശസഭ ഉണ്ടാക്കണം, ഒരു ദേശസഭ വിളിച്ചു കൂടണം, നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഈ ചെങ്ങന്നൂര് പെരിങ്ങാല ശ്രീധരസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശ്രമത്തില് ശിഷ്യന്മാരെല്ലാരും നടന്നിട്ട് എല്ലാ ജാതിയിലെയും എല്ലാ മതത്തിലെയും പെട്ടിട്ടുള്ള പ്രമാണികളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ദേശസഭ നടക്കുകയാണ്. ഈ സമയത്ത് ഏതാനും പുലയ ബാലന്മാര് സ്കൂളിൽ പോയിട്ട് അതുവഴി കടന്നു വരികയാണ്. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് പൊതുവഴിയിലൂടെ ദളിതരായിട്ടുള്ളവർക്ക് നടന്നുകൂടാ, ഈഴവരാതെ താഴേക്കുള്ളവർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല. ഉന്നത ജാതിക്കാരെങ്കിലും വരുന്നത് കണ്ടു കഴിഞ്ഞാല് വേഗം വഴി മാറി കൊടുത്തോണം, ഇല്ലെങ്കിൽ തല്ലി കൊല്ലാനുള്ള അധികാരം വരെ ഈ ജാതി വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തോടും ചാടി മേടും ചാടി 6 നീന്തിയൊക്കെയാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ ചെന്നാലും ആ
അപ്പോ വഴിയെ നടക്കുമ്പോഴത്തേക്ക് എപ്പോഴത്തേക്കും ഒരു പേടിയുണ്ട്. അപ്പൊ നമ്മളൊരു പട്ടി ശല്യം കൂടുതലുള്ള വഴിയെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ചു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. ഏത് നിമിഷവും പട്ടി ചാടി കുറച്ചുകൊണ്ട് നമ്മുടെ നേരെ വരാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ജാഗ്രതയോടുകൂടി ഏത് നിമിഷവും തിരിഞ്ഞോടാൻ തയ്യാറായിട്ട് നമ്മൾ വഴിയെ പോകുന്നത് പോലെ ഈ കുഞ്ഞുങ്ങള് ഏത് നിമിഷവും വഴിയാട്ട് കേട്ട് ഈ വഴിയുടെ വരമ്പിലേക്ക് തെറിച്ചു മാറേണ്ട ആളാണ്. അവരങ്ങനെ പേടിച്ച് നടക്കുന്നവരാണ്. ആ പേടിയോടുകൂടി നിങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് കുറെ പ്രമാണിമാരൊക്കെ കൂടി ഇരുന്നിട്ട് ഒരു സഭ നടക്കുന്നു. അവിടെ ഇവരെന്താണെന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഭഗവാൻ ആ വേദിയിൽ ഇരുന്നുകൊണ്ട് അവരെ ഇങ്ങനെ കൈയാട്ടി വിളിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങള് വളരെ പേടിച്ച് അടുത്തെത്തിയപ്പോഴത്തേക്ക് ഭഗവാൻ അവരോട് സദസ്സിലിരിക്കാനല്ല പറഞ്ഞു, വേദിയിൽ ആ കുഞ്ഞുങ്ങളെ വിളിച്ചൊപ്പം ഇരുത്തുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നിട്ട് അവരുടെ ഒരാളോട് പറഞ്ഞു, നീ ഈ സഭയെ നോക്കി രണ്ടു വാക്ക് സംസാരിക്കണം. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? സാർവത്രികമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ട് സാംസ്കാരികമായിട്ട് ഈ പാവങ്ങളിൽ എന്തെങ്കിലും ഉന്നമനം ഉണ്ടായിട്ടുണ്ടോ? ഇവർക്ക് 4 വാക്ക് സംസ്കാരത്തോടു കൂടി പറയാനായിട്ടുള്ള കഴിവുണ്ടായിട്ടുണ്ടോ? ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു കുട്ടി പേടിച്ചു വന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപ്പാദങ്ങളെ കാണാൻ സാധിച്ചത് എന്റെ ജന്മപുണ്യമാണ്. ഭഗവാൻ വളരെ കാലം ജീവിച്ചിരിക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. വളരെ സംസ്കാര സമ്പന്നമായ 2-3 വാക്കുകൾ അവൻ പറഞ്ഞു. ഭഗവാൻ അവനോട് പറഞ്ഞു, നീ ഇന്നു മുതൽ കുഞ്ഞനല്ല, നീ കുമാരനാണ്. അവനൊരു മെഴുകുതിരി നാളം ജ്വലിച്ച് അടങ്ങുന്നത് പോലെ, ഒരു കർപ്പൂര നാളം സ്വയം എരിഞ്ഞടങ്ങുന്നത് പോലെ ഭഗവാന്റെ കാൽക്കലിൽ വന്ന് വീണു അവൻ. കാരണം ഇന്നലെ വരെ വഴിയാട്ട് കേട്ട് നടന്നവൻ ഇന്നിതാ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞ സംസ്കാര സമ്പന്നമായ വാക്കുകൾ കേട്ടിട്ട് ആ കൂടിയിരുന്ന ജനം ജാതിഭേദം മറന്നിട്ട് കൈയടിക്കുന്നു. ഇത് സ്വപ്നത്തിലാണോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് ബോധ്യമാവാതെ ആ ബാലൻ നിൽക്കുമ്പോഴത്തേക്ക് ഭഗവാൻ വീണ്ടും ചോദിക്കുന്നു, നിനക്ക് പോരാമോ നമ്മോടൊപ്പം? 1000 വട്ടം സമ്മതമെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അവന്റെ നാവ് മുങ്ങുന്നില്ല. അവൻ പരീക്ഷീണനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഭഗവാൻ അവന്റെ ആ കുഞ്ഞി കൈകളിൽ പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അവിടെ കൂടി നിന്നവർ അന്ന് പറഞ്ഞു, ദൈവം പ്രസാദിക്കുന്നതും ഗുരുസ്വാമി പ്രസാദിക്കുന്നതും ഒരുപോലെയാണ്. ഏത് നിമിഷവും സംഭവിക്കാം. ഒരുവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ പ്രഖ്യാപിതമല്ലാത്ത രീതിയിലേക്ക് അവൻ പെട്ടെന്ന് മാറുന്നത് കാണാം എന്ന് പറയുന്ന പോലെയാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം. പെട്ടെന്നാണ് കുഞ്ഞൻ എന്ന് പറയുന്നവൻ കുമാരനായി മാറുന്നതും അവനെ അതാ ഭഗവാൻ കൈപിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ആ യാത്രയില് വഴിയരിയിൽ കണ്ട അഴുക്ക് പിടിച്ചു കിടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഭഗവാൻ കയ്യിൽ പിടിച്ചെടുത്തു. പാടവരമ്പില് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഗുരുസ്വാമി